മലയാള സിനിമയുടെ അമ്മ മുഖം മാഞ്ഞു. പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടാണ് അന്ത്യം സംഭവിച്ചത്. അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച അഭിനേത്രിയായിരുന്നു. 400-ലധികം സിനിമകളിൽ അഭിനയിച്ചു. KPSC നാടകങ്ങളിൽ അഭിനയിച്ചായിരുന്നു തുടക്കം. 1962 മുതൽ സിനിമയിൽ സജീവമായി. ശ്രീരാമ പട്ടാഭിഷേകമായിരുന്നു ആദ്യ സിനിമ. 1964 കുടുംബിനി എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. 4 തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിരുന്നു. നിരവധി സിനിമകളിൽ ഗായികയായും തിളങ്ങിയിരുന്നു. എടാ സത്യം പറ, നീ കള്ളു കുടിച്ചോ? ഞാനോ? കള്ളു കുടിച്ചെന്നോ? അയ്യേ, സത്യം പറയടാ, കള്ളു കുടിച്ചോ? ഞാൻ കുടിച്ചു. നീയല്ല, ഇവൻ കള്ളു കുടിച്ചോന്ന്? ഇല്ലേ? ഇനി പറ, കുടിച്ചില്ലേ? കുടിച്ചു. വന്ന് നീ എന്റെ മുഖത്ത് നോക്കി നുണ പറയാനും തുടങ്ങിയല്ലേ? തിരുവല്ലക്കടുത്ത് കവിയൂരിൽ TP ദാമോദരന്റെയും ഗൗരിയുടെയും മൂത്ത മകളായാണ് ജനിച്ചത്. നടി കവിയൂർ രേണുക ഉൾപ്പെടെ 6 സഹോദരങ്ങളുണ്ട്. ബാല്യത്തിൽ തന്നെ പാട്ടുപാടി അരങ്ങിലെത്തി. തോപ്പിൽ ഭാസിയുടെ മൂലധനത്തിലൂടെ 14-ാം വയസ്സിൽ നാടകങ്ങളിൽ സജീവമായി. കുടുംബിനിയിൽ 2 കുട്ടികളുടെ അമ്മയായി സിനിമയിൽ തുടക്കമിടുമ്പോൾ പ്രായം 19 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ട് സിനിമയിൽ തിളങ്ങിയ അവർ മലയാള സിനിമയുടെ അമ്മ മുഖമായിരുന്നു. അമ്മയുടെ അടുത്തേക്ക് വരൂ. ചങ്ങല ഇട്ടിട്ടുണ്ട്, വന്നോളൂ. നീ എങ്ങോട്ടേക്കാ പോയത്? ഉണ്ണി വന്നത് കണ്ടില്ലേ? ഇനി ഞാൻ ഉണ്ണിയെ എങ്ങോട്ടേക്കും വിടില്ല. സത്യൻ, മധു തുടങ്ങി തന്നേക്കാൾ പ്രായം കൂടിയ താരങ്ങളുടെ മുതൽ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി പിന്നീടുള്ള തലമുറയിലെ നായകന്മാരുടെയും അമ്മയായി വേഷമിട്ടു. നിർമ്മാതാവും സംവിധായകനുമായ മണിസ്വാമിയെ 1969 വിവാഹം കഴിച്ചു. ഏക മകൾ ബിന്ദു കുടുംബസമേതം അമേരിക്കയിലാണ് താമസം. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.